SDPI ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്കൊപ്പമുള്ള ചിത്രത്തെ ന്യായീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. SDPIക്കാർ പൊതുമധ്യത്തിൽ നിന്നെടുത്ത ചിത്രമാണത്. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും നിരോധിച്ച സംഘടനകൾ അല്ലല്ലോ എന്നും അതിനാൽ അവരുടെ ഓഫീസിൽ പോകുന്നതിൽ എന്താണ് തെറ്റെന്നും രാഹുൽ ചോദിച്ചു. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസിനിടെ ജനം ടിവിയുടെ ചോദ്യത്തിനാണ് രാഹുലിന്റെ ന്യായീകരണം. വിവരങ്ങളുമായി അരുൺ ആലത്തൂറൊപ്പം ചേരുന്നു. അരുൺ, ഒരിക്കൽ കൂടി വെളിവാകുന്നു ആ ബന്ധം, UDFന്റെ SDPI ജമാഅത്തെ ഇസ്ലാമി കൂട്ട് അല്ലേ? തീർച്ചയായിട്ടും ഈ UDF, SDPI അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. മാത്രമല്ല ഈ വോട്ടുകളുടെ ഏകീകരണത്തിന് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് നേരത്തെ BJPയും CPM ഒക്കെ ആരോപിച്ച വിഷയങ്ങളാണ്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് വിജയിച്ച UDF സ്ഥാനാർത്ഥി ഈ SDPI നേതാക്കൾക്കൊപ്പവും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്കൊപ്പം അവരുടെ ഓഫീസിൽ വരെ സന്ദർശനം നടത്തിയത് സംബന്ധിച്ച ചിത്രങ്ങൾ സഹിതം നമ്മൾ ജനം TV പുറത്തുവിട്ടതുമാണ്. ഇന്നേതായാലും പാലക്കാട് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ MLA പരിപാടിക്കിടെയാണ് നമ്മൾ ജനം TV രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചത്. ഈ ചിത്രങ്ങളെ കുറിച്ച് ഉൾപ്പെടെ ചോദിച്ചപ്പോൾ SDPIക്കാർക്കൊപ്പം നിൽക്കുന്ന ചിത്രം അതൊരു പൊതുമധ്യത്തിൽ നിന്നെടുത്തതാണ്, തുറന്നൊരു സ്പേസിൽ നിന്നെടുത്തതാണ്, അവർ പ്രചാരണത്തിനിടെ തന്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുത്തതാണ് എന്ന തരത്തിലായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല SDPI നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയല്ലല്ലോ എന്ന തരത്തിലായിരുന്നു ഈ വിഷയത്തിൽ രാഹുലിന്റെ പ്രതികരണം ഉണ്ടായത്. അതിനുശേഷം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ നിന്നും കടന്നു ചെന്ന് അവിടെ നിന്നും അവരുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് രാഹുലിന്റെ മറുപടി എന്നുള്ളത് സമാന രീതിയിൽ തന്നെയായിരുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി അതും നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയല്ലല്ലോ, അത്തരം ഓഫീസുകളിൽ പോകുന്നതിൽ എന്താണ് തെറ്റ് എന്ന തരത്തിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം. ഏതായാലും രാഹുൽ നിരന്തരം ഈ UDF ആണെങ്കിലും രാഹുൽ ആണെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നത് തങ്ങളുടെ പോരാട്ടം വർഗീയതയ്ക്ക് എതിരെയാണ് എന്നുള്ളതാണ്. പക്ഷേ SDPIയെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെയോ തള്ളി പറയാൻ തുടക്കം മുതൽ തന്നെ തയ്യാറായിരുന്നില്ല. ഇപ്പോഴും സമാന രീതിയിൽ തന്നെയാണ്. വിജയിച്ചതിന് ശേഷവും MLA എന്ന നിലയ്ക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോഴും രാഹുൽ സമാനമായ ഒരു നിലപാട് ആവർത്തിക്കുകയായിരുന്നു. മാത്രമല്ല ഇത്തരം വിഷയങ്ങളെ ന്യായീകരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ SDPIയുടെ കൂടെയുള്ള ചിത്രത്തെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ ചെന്ന് നേതാക്കളെ കണ്ട കാര്യത്തിൽ ഉൾപ്പെടെ ഒരു ന്യായീകരണമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. SDPI ജമാഅത്തെ ഇസ്ലാമി ബന്ധം പരോക്ഷമായി സമ്മതിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് രണ്ടും നിരോധിക്കപ്പെട്ട സംഘടനകളല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഓഫീസിൽ പോകുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്നു. ഒപ്പം ചിത്രം പൊതുമധ്യത്തിൽ നിന്നെടുത്തതാണ് എന്ന് കൂടി പറയുന്നു രാഹുൽ. അതൊരു തരം ന്യായീകരണമാണ്, അതേസമയം സ്ഥിരീകരിക്കലുമാണ്. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾ വാങ്ങിയാണ് വിജയിച്ചതെന്ന് സമ്മതിക്കലുമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.